ചെന്താമര പോത്തുണ്ടിയിൽ തന്നെ ഉണ്ടെന്ന് കേൾക്കുന്നു. നെന്മാറ പോത്തുണ്ടി മാട്ടായിൽ വെച്ച് ചെന്താമരെ കണ്ടു നാട്ടുകാർ പറയുന്നു. നാട്ടുകാരെ കണ്ട് പ്രതി ഓടി മറിഞ്ഞതായാണ് വിവരം. പോലീസും നാട്ടുകാരും പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. പ്രദേശം പോലീസ് വളഞ്ഞു. ചെന്താമരെ തന്നെയാണ് കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതിക്കായി നാട്ടുകാർ സംഘടിച്ചിട്ടുമുണ്ട്. സൂരജ് സജി അവിടെയുണ്ട്. ഈ സ്ഥലത്താണ് സൂരജ് ഉള്ളത്. സൂരജ്, നാട്ടുകാർക്ക് ഉറപ്പുണ്ടോ ഈ ചെന്താമര തന്നെയാണ് അവിടെ കണ്ടതെന്നുള്ള കാര്യം? ഹാഷ്മി, ഇപ്പോൾ നാട്ടുകാർ തെരച്ചിൽ നടത്തുന്ന മേഖലയിലാണ് നമ്മൾ ഉള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ഈ മാട്ടായിൽ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഈ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ ഇവിടെ കണ്ടു എന്ന വിവരം പങ്കുവെക്കുന്നത്. പിന്നീട് ഈ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അടക്കം വലിയ വിന്യാസം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പോലീസിന്റെ അടക്കം വലിയ വിന്യാസം ഈ മേഖലയിലുണ്ട്. പോലീസിനെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ മേഖലയിലാകെ ഇതൊരു മലയോര മേഖലയാണ്, പ്രത്യേകിച്ച് ഒരു മലയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ അടക്കം വലിയ രീതിയിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം പോലീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നാട്ടുകാരുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ തിരച്ചിൽ അത് ഈ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം ഈ മലയുടെ ഒരു രണ്ട് വശത്തു കൂടി ആളുകൾ തിരിഞ്ഞ് കയറാനുള്ള ഒരു ശ്രമമാണ്. അതായത് ഈ മല മൊത്തത്തിൽ വളഞ്ഞുകൊണ്ടൊരു തിരച്ചിൽ നടത്തുക, അത് തന്നെയാണ് ഹാഷ്മി ഇവർ ലക്ഷ്യം വച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇന്നലെയും സമാനമായ ഒരു സാഹചര്യം, അതായത് ഈ ചെന്താമരയുടെ വീടിന് പുറകുവശത്തെ മലയിലും ഇതുപോലെ തന്നെ ഇന്നലെ ചെന്താമരയെ കണ്ടതായ ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഒളിച്ചിരിക്കാൻ സമർത്ഥനാണ്. സൂരജ്, ഈ ചെന്താമര ഒളിച്ചിരിക്കാൻ സമർത്ഥനാണെന്ന് കഴിഞ്ഞ കൊലപാതകത്തിൽ പോലീസ് പിടിക്കുമ്പോഴൊക്കെ ആ രീതിയിൽ കേൾക്കാൻ ദിവസങ്ങളോളം മലയിൽ കഴിയാൻ ഇയാൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാട്ടിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മറവിലോ ഒക്കെ ഇയാൾ സമർത്ഥമായി ഒളിച്ചിരിക്കാൻ മിടുക്കനാണ്. നാട്ടുകാർ അത് കരുതി തന്നെയല്ലേ തിരയുന്നത് സൂരജ്? തീർച്ചയായും ഹാഷ്മി, അതായത് കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഈ പകൽ സമയത്തെല്ലാം തന്നെ ഈ കാടിനുള്ളിൽ ഒളിച്ചിരുന്ന ശേഷം രാത്രി പുറത്തിറങ്ങുന്നതായിരുന്നു ഈ ചെന്താമരയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഈ കാടിനുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് തന്നെയാണ് ഈ വലിയൊരു തെരച്ചിലിലേക്കൊക്കെ പോകാനായിട്ട് ഇടയാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാട്ടുകാരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ മലയിലെല്ലാം വലിയ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പോലീസിന്റെ വിന്യാസം അടക്കമുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ പറയുന്നത് ഇവർ എത്തുമ്പോഴേക്കും ഉണ്ടായിരുന്ന ആൾ അത് ചെന്താമരയാണെന്ന് ഉറപ്പിക്കുന്നില്ല. എന്നാൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഓടി മറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അതോടുകൂടിയാണ് പോലീസിനെ അടക്കം വിവരം കൈമാറുന്നത്. പോലീസിന്റെ എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഇതുവരെയും ഈ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ചെന്താമരയാണ് എന്ന സംശയം തന്നെയാണ് ഇപ്പോഴും ഈ യുവാക്കൾ പങ്കുവെക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കാം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ഹാഷ്മി. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇവരുടെ എല്ലാവരുടെയും തന്നെ പ്രതികരണം ലഭ്യമാകും. എന്തായാലും വലിയ തിരച്ചിൽ ഈ മേഖലയിൽ നടത്തുന്നു ഹാഷ്മി.